ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ചോറ് കൊണ്ടാണ്. ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ചോറ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് തൈരാണ് ചേർക്കുന്നത്. 1/2 കപ്പ് തൈരും പിന്നെ കുറച്ച് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ബാക്കി വന്ന ചോറ് കൊണ്ട് ഞാൻ ഒരുപാട് ടൈപ്പുള്ള സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്ക്. ഇനി ഒരു വലിയ ബൗളിലോട്ട് 1/2 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചോറ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റവയെല്ലാം ഇട്ടത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ വെക്കും തോറും നല്ല കട്ടിയായിട്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് കടുകെല്ലാം പൊട്ടിച്ചിടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, അതിലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചേർത്ത് പിന്നെ ഇതാ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം സൈസുള്ള ഒരു സവാള. അപ്പോൾ അത് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയുടെ കളർ ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. പിന്നെ ഇതാ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായി മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല കട്ടിയിലാണ് ഉള്ളത്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. നമുക്കിങ്ങനെ കോരി ഒഴിക്കുന്ന വിധത്തിലാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് മിക്സാക്കി നോക്കാം. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ നല്ല കുറച്ച് കട്ടിയിലും വേണം. ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഉഴുന്നുവടയൊക്കെ മിക്സാക്കുന്നില്ല, അതുപോലെ നന്നായി മിക്സാക്കി എടുക്കണം. അപ്പോഴാണ് ആ ഒരു ക്രിസ്പിനെസ് വരുന്നത്. അപ്പോൾ ഇതാ നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾക്ക് ഈ ഒരു ലൂസിലാണ് വേണ്ടത്. ഒരുപാട് കട്ടിയിലല്ല, ഈ ഒരു ലൂസിൽ ഉണ്ട്. ഇനി നമ്മുടെ ഇതാ പാന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചുട്ടെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ല ചൂടായ സമയത്ത് ഇത് ഓരോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചുടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റും നല്ല ഈസിയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നല്ല ക്രിസ്പിയും നല്ല കളർ മാറുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി ഒന്ന് ചോറ് കൊണ്ടാണ് ഉണ്ടാക്കി എന്നുള്ളത് പറയൂല, അത്ര ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് ഒരു ചട്നി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. ഇതുപോലുള്ള റെസിപ്പീസ് ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണം. സ്നാക്ക് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.